എല്ലാരും പറഞ്ഞു ലാലേട്ടൻ മോശം ഫേസിലാണ് ഈ മോശം ഫേസിൽ പോലെ ഇത്ര ആളുകൾ ഉൾക്കൊള്ളിച്ച് ഇതുപോലെ ഒരു ടീസർ നടത്താൻ മലയാളത്തിലെ ഏത് നടന് അല്ലെങ്കിൽ ഏത് ഫാൻസ് അസോസിയേഷന്റെ കഴിവുണ്ടെന്ന് കാണിച്ചു. ഒരു മിനിറ്റത്തെ ടീസറിന് വേണ്ടി മലയാള സിനിമാ ചരിത്രത്തിന്റെ ആദ്യമായി ഒരു ടീസറിന് വേണ്ടി മാത്രം ഒരു ഫാൻ ഷോ ക്രിയേറ്റ് ചെയ്യുകയും ആ ഫാൻ ഷോ കാണാൻ വേണ്ടി ആയിരങ്ങൾ തടിച്ചുകൂടുകയും ചെയ്തതിന്റെ മലയാളത്തിൽ ഒരു നടൻ ഇത്രയും കാലം സമ്പാദിക്കാൻ പറ്റാത്ത കാര്യമാണ്. മലയാളത്തിൽ ആദ്യത്തെ 50 കോടി 75 കോടി 100 കോടി 150 കോടിയൊക്കെ ലാലേട്ട കൊണ്ടുവന്നെങ്കിൽ എന്താണ് ഞാൻ പറയാൻ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്ന്. ഒരു ടീസർ ട്രെയിലർ പോലും അല്ല, ഒരു ടീസറിന് ഇത്രയും സ്വീകാര്യത കൊടുത്ത് ഒരു ഫാൻ ഷോ വെക്കാൻ വേണ്ടി ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കാലിബർ ഉള്ള ഒരു ഫാൻസ് അസോസിയേഷൻ, അത് ലാലേട്ടന്റെ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാരും പറഞ്ഞു ലാലേട്ടൻ മോശം ഫേസിലാണ് ഈ മോശം ഫേസിൽ പോലെ ഇത്ര ആളുകൾ ഉൾക്കൊള്ളിച്ച് ഇതുപോലെ ഒരു ടീസർ നടത്താൻ മലയാളത്തിലെ ഏത് നടന് അല്ലെങ്കിൽ ഏത് ഫാൻസ് അസോസിയേഷന്റെ കഴിവുണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയും നമ്മൾ ഇതാണ് ലാലേട്ടന്റെ പവർ. എത്രയൊക്കെ ബാഡ് ഫേസ് എന്ന് പറഞ്ഞാലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം മതി. പരാജയങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രോബാക്കുകൾ ഉണ്ടാക്കും, പക്ഷേ അല്ലെങ്കിൽ വിക്ടറീസ് നമുക്ക് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കും. പക്ഷേ ഈ പരാജയ ഘട്ടത്തിൽ ഇത്രയും 1000 ആൾക്കാർ ലാലേട്ടന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് സ്റ്റാർഡം, ലാലേട്ടൻ മാത്രം. ലോയൽ ഫാൻസ് എല്ലാരും പറയുന്നത് ടോക്സിക് ആണെന്ന്. അതെ, ടോക്സിക് ആണ്. ലോയൽറ്റി ടോക്സിക് ആണെങ്കിൽ ടോക്സിക് തന്നെയാണ് ലാലേട്ടൻ. വെറും ഒരു തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ, നമ്മുടെ മാലപ്പടക്കത്തിന്റെ തിരി മാത്രം. ഇന്ന് സോഷ്യൽ മീഡിയ കത്തുകയാണ്. കാരണം എന്താ പറയുക, ടീസറിന്റെ റെക്കോർഡ്, ട്രെയിലറിന്റെ റെക്കോർഡ്, സകലമായ റെക്കോർഡ്, മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റ്, എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മാർച്ച് 27-ാം തീയതി ലോക മലയാളികൾ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച വിജയം. ഒരു മിനിറ്റത്തെ ടീസറിന് വേണ്ടി മലയാള സിനിമാ ചരിത്രത്തിന്റെ ആദ്യമായി ഒരു ടീസറിന് വേണ്ടി മാത്രം ഒരു ഫാൻ ഷോ ക്രിയേറ്റ് ചെയ്യുകയും ആ ഫാൻ ഷോ കാണാൻ വേണ്ടി ആയിരങ്ങൾ തടിച്ചുകൂടുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് നമ്മുടെ തമ്പുരാനായ എമ്പുരാൻ ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ്. ഈ പടം ഈ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റാണെന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ മാലപ്പടക്കത്തിന്റെ തിരി ഇവിടെ ആഘോഷിച്ചുകൊണ്ട് മാർച്ച് 27-ാം തീയതി വേണ്ടി കാത്തിരിക്കാം. ചേട്ടാ എന്ന് പറയാം, ഈ ഒരു വൈബ്, ഈ ഒരു ദിവസത്തിന് വേണ്ടി മാർച്ച് 27-ആണ് വെയിറ്റിംഗ്. മാർച്ച് 27 ആ ദിവസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും മനസ്സിലില്ല. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നടന്റെ പേരിൽ ഒരു ടീച്ചർ ഷോ വയ്ക്കുക, അത് കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ വെഞ്ഞാറമൂട്, കൊല്ലം, പിന്നെ GCC ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ടീച്ചർ വയ്ക്കുകയാണ്. ഇത് ഒരു നടനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ടീച്ചർ റിലീസ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ റിലീസ് ചെയ്യുക മാത്രമല്ല, അത് ഹൗസ്ഫുൾ ആവുക, അതിനുവേണ്ടി എത്ര മണിക്കൂറാണ് നിന്നതെന്ന് നിങ്ങളെല്ലാം കണ്ടു. ഇത് ചരിത്രത്തിൽ മലയാളത്തിൽ ഒരു നടൻ ഇത്രയും കാലം സമ്പാദിക്കാൻ പറ്റാത്ത കാര്യമാണ്. മലയാളത്തിൽ ആദ്യത്തെ 50 കോടി 75 കോടി 100 കോടി 150 കോടിയൊക്കെ ലാലേട്ട കൊണ്ടുവന്നെങ്കിൽ മലയാളത്തിന് ആഗോള സിനിമ രീതിയിൽ വികസിപ്പിക്കുന്ന രീതിയിൽ, മലയാള സിനിമയെ വാണിജ്യപരമായി വളർത്തുന്ന രീതിയിൽ ലാലേട്ടൻ ഉറപ്പായിട്ട് ഇത് 500 കോടി 100% വരുമെന്ന് നമുക്ക് 150% ഉറപ്പോടുകൂടി പറയാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം എമ്പുരാനാവും. അത് മോഹൻലാൽ ഫാൻസ് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. അത് ഞങ്ങളെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം എന്നാണ് നിങ്ങളൊക്കെ പറയണമെങ്കിൽ അത് അഹങ്കാരം തന്നെയാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമാവാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരുന്നു. മാർച്ച് 27 എന്ന് പറയുന്ന ദിവസം ലൂസിഫർ ഇറങ്ങി അതേ സീസണിൽ എമ്പുരാൻ ഇറങ്ങുകയും ചെയ്യും. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയം ആവുകയും ചെയ്യും. ആ ഒരു എൽ ബ്രാൻഡ് എമ്പുരാൻ്റെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രെയിംസ് ആണ്. നമ്മൾ മലയാള സിനിമയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പൃഥ്വിരാജ് ഓരോ ഫ്രെയിംസും എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എമ്പുരാൻ എങ്ങനെയാണെന്ന്. സൂപ്പർ സാധനം, ഫസ്റ്റ് അല്ല പ്രതീക്ഷ ഇരട്ടിയെന്നല്ല, പറയാൻ വാക്കുകളില്ല. കത്തിച്ചിരിക്കും മാർച്ച് 27-ന് വണ്ടിരിച്ചെലവ് അടിപൊളി ഒന്നും പറയില്ല, അടിപൊളി.